അമൃതവചനം. ഗുരുവിനുള്ള യഥാർത്ഥ ദക്ഷിണ. മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ ഒരു കടന്നൽക്കൂടുണ്ടെങ്കിൽ നമുക്ക് അല്പനേരം പോലും അവിടെ സമാധാനമായിരുന്ന് പുഷ്പങ്ങളുടെ സൗന്ദര്യമോ സൗരഭ്യമോ ആസ്വദിക്കാനാവില്ല. അതുപോലെ നമുക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങളും കഴിവുകളും ഉണ്ടായിരുന്നാലും നമ്മളിൽ അഹന്ത മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ സാമീപ്യം ആസ്വദിക്കാൻ വിഷമമായിരിക്കും. പൂന്തോട്ടത്തിലെ കടന്നൽക്കൂട് പോലെയാണ് അഹങ്കാരം. ഒരുവൻ എത്ര സമർത്ഥനായാലും സ്വപ്രയത്നം കൊണ്ട് മാത്രം തൻ്റെ ഉള്ളിലെ അഹന്തയെയും സ്വാർത്ഥതയെയും അതിജീവിക്കാൻ പ്രയാസമാണ്. അതിന് ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ ശിക്ഷണം കൂടിയേ തീരൂ. ശിഷ്യൻ്റെ പ്രയത്നം ആവശ്യമില്ലെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തീർച്ചയായും പ്രയത്നം ആവശ്യമാണ്. അതോടൊപ്പം സമർപ്പണ ഭാവം കൂടി വരണം. ഞാനല്ല കർത്താവ്, എല്ലാം അവിടുന്ന് ചെയ്യിക്കുന്നു, ഞാൻ അവിടുത്തെ കൈകളിൽ ഒരു ഉപകരണം മാത്രം എന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ബോധം ദൃഢമാകുമ്പോൾ അഹങ്കാരവും സ്വാർത്ഥതയും നമ്മളെ വിട്ടു പോകും. ഗുരുവിനോടുള്ള അനുസരണ കൊണ്ട് മാത്രമേ ശിഷ്യൻ്റെ അഹങ്കാരം നീങ്ങിക്കിട്ടുകയുള്ളൂ. സമർപ്പണമാകുന്ന വാളുകൊണ്ടേ അഹങ്കാരത്തിൻ്റെ തല കൊയ്യാൻ കഴിയൂ. അങ്ങനെയുള്ള സമർപ്പണമുള്ളവർ മാത്രമേ ലക്ഷ്യം പ്രാപിക്കുകയുള്ളൂ. വിനയവും ക്ഷമയും സമർപ്പണ ഭാവവും ഉണ്ടെങ്കിൽ വഴികാട്ടിയായി ഉത്തമനായ ഒരു ഗുരു എത്തിച്ചേരുക തന്നെ ചെയ്യും. വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ് ഗുരു രൂപത്തിൽ വന്ന് ശിഷ്യനെ കൈപിടിച്ച് നയിക്കുന്നത്. ഒരിക്കൽ ഒരു ഭക്തൻ ഒരു മഹാത്മാവിനോട് ചോദിച്ചു, അങ്ങയുടെ മനസ്സ് അങ്ങയെ അനുസരിക്കുന്നുണ്ടോ? മഹാത്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എൻ്റെ മനസ്സ് പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിലാണ്. അങ്ങ് എങ്ങനെയാണ് അത് സാധിച്ചത്? ഞാൻ മനസ്സിൻ്റെ അനാവശ്യമായ ആഗ്രഹങ്ങളെയെല്ലാം ത്യജിക്കുകയും ജീവിക്കാൻ ആവശ്യം വേണ്ടത് മാത്രം അതിന് നൽകുകയും ചെയ്തു. എന്താണ് അങ്ങനെ ചെയ്യാൻ അങ്ങയെ പ്രേരിപ്പിച്ചത്? എൻ്റെ സ്വാതന്ത്ര്യബോധം. അതൊന്ന് വിശദീകരിക്കാമോ? മനസ്സ് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ അനുസരിച്ചാൽ ഞാൻ മനസ്സിൻ്റെ അടിമയായി പോകുമെന്ന് എനിക്ക് തോന്നി. അതിന് എൻ്റെ അഹന്ത എന്നെ അനുവദിച്ചില്ല. എൻ്റെ സ്വാതന്ത്ര്യം ഒരു കാരണവശാലും നഷ്ടപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഈ സ്വഭാവം കാരണം മനസ്സ് പിന്നീട് എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതായി. മനസ്സ് അതിൻ്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് എന്നെ അനുസരിച്ചു തുടങ്ങി. പക്ഷേ അഹന്ത ആധ്യാത്മിക പാതയിൽ അങ്ങേക്ക് പ്രതിബന്ധമായില്ലേ? ഇല്ല. എൻ്റെ അഹന്തയെ ഞാൻ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. ഞാൻ അവിടുത്തെ ദാസനായി അഹന്തയുടെ പിടിയിൽ നിന്ന് മുക്തനായി. എപ്പോഴും അഹന്തയിൽ കഴിയുന്ന നമുക്ക് സ്വയം അഹന്തയെ ജയിക്കാനാവില്ല. അതിന് അഹന്തയെ അതിക്രമിച്ച ഒരാളുടെ സഹായം കൂടിയേ തീരൂ. നമ്മിലെ അഹന്തയെ കളയാൻ വേണ്ടിയാണ് നാം ഗുരുവിനെ ആശ്രയിക്കുന്നത്. ശംഖിൽ നിന്ന് മാംസം പോയിക്കഴിഞ്ഞാലേ നാദം ഉയരൂ. അതുപോലെ നമ്മിലെ ഞാനെന്ന ഭാവം പോകാതെ നമുക്ക് നിത്യാനന്ദം അനുഭവിക്കാനാവില്ല. അഹങ്കാരമല്ലാതെ മറ്റൊന്നും ഗുരു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ അഹങ്കാരത്തെ സ്വീകരിക്കാൻ ഇരു കരങ്ങളും നീട്ടി നിൽക്കുന്ന കാരുണ്യമൂർത്തിയാണ് ഗുരു. അഹന്തയുടെ സമർപ്പണം മാത്രമാണ് നമ്മളിൽ നിന്ന് ഗുരു ആവശ്യപ്പെടുന്ന ദക്ഷിണ. അതൊന്നു മാത്രമാണ് നമ്മൾ അവിടുത്തേക്ക് സമർപ്പിക്കേണ്ടത്.